ഞാൻ ഡോക്ടർ മിനി എസ്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. ലോക പ്രമേഹ ദിനം നവംബർ 14 ആചരിക്കുന്നത്. അന്ന് തന്നെയാണ് ശിശുദിനവും ആചരിക്കുന്നത്. 1/3 പ്രമേഹം കണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ 5 തൊട്ട് 20% വരെയുള്ള ആളുകൾക്ക് കാഴ്ച വൈകല്യങ്ങളും സംഭവിക്കും. പ്രമേഹവും കണ്ണുകളെ സാരമായി ബാധിക്കുന്ന ഒരു ഗുരുതര അവസ്ഥയാണ്. കൃത്യമായ ശ്രദ്ധയും ചികിത്സയും ഇല്ലെങ്കിൽ കാഴ്ച തന്നെ നഷ്ടപ്പെടാനുള്ള കാരണമാകും. പ്രമേഹവും കണ്ണും തമ്മിലുള്ള ബന്ധം. പ്രമേഹം കണ്ണിൻ്റെ റെറ്റിന അഥവാ നേത്രാനന്തര പടലത്തെയാണ് ബാധിക്കുന്നത്. റെറ്റിനയിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അതിനുള്ളിൽ ആ രക്തക്കുഴലുകൾക്ക് വീക്കവും ചോർച്ചയും സംഭവിക്കുന്നു. അങ്ങനെ ആ രക്തക്കുഴലുകളിൽ നിന്നും ദ്രാവകവും രക്തവും ചോർന്ന് കണ്ണിൻ്റെ റെറ്റിനയ്ക്കകത്ത് നീർക്കെട്ട് വരുന്നുണ്ട്. രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ, അതായത് പ്രമേഹം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും അതിനുള്ളിൽ റെറ്റിനയ്ക്കുള്ളിലെ പുതിയ ദുർബലമായ രക്തക്കുഴലുകൾ രൂപാന്തരപ്പെട്ട് അവ എളുപ്പത്തിൽ പൊട്ടി രക്തസ്രാവവും ഉണ്ടാകാറുണ്ട്. ഗ്ലോക്കോമയും കാറ്ററാക്ട് പോലുള്ള മറ്റു നേത്ര രോഗങ്ങളും പ്രമേഹ രോഗികൾക്ക് വരാറുണ്ട്. പ്രമേഹം കണ്ണിനെ ബാധിച്ചിട്ടുള്ള രോഗലക്ഷണങ്ങൾ: കാഴ്ച മങ്ങൽ, കണ്ണിൻ്റെ മുമ്പിലുള്ള കറുത്ത പാടുകൾ, രാത്രിയിൽ കാഴ്ച ബുദ്ധിമുട്ട്, കാഴ്ചയുടെ മുമ്പിൽ ഒരു തിരശീല വീണ മാതിരി ഗുരുതരാവസ്ഥയിൽ സംഭവിക്കാറുണ്ട്. ഇത് തടയാനായിട്ട് കൃത്യമായ പ്രമേഹ ചികിത്സ, പ്രമേഹ നിയന്ത്രണം, രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രണം, പതിവായ നേത്ര ചികിത്സ, നേത്ര പരിശോധന, ആരോഗ്യകരമായ ജീവിതശൈലി. ഇതിനുള്ള പരിഹാര ചികിത്സകൾ: കണ്ണിലെ ലേസർ ചികിത്സ, കണ്ണിൽ മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കുക, വിട്രക്ടമി പോലുള്ള ഓപ്പറേഷൻ.